ഓക്കെ ദെൻ ഓക്കെ. വെരി ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സ്നേഹം നിറഞ്ഞ എൻ്റെ DXN കുടുംബാംഗങ്ങളെ, നമുക്കറിയാം ഡയറക്റ്റ് മാർക്കറ്റിംഗ് പ്രസ്ഥാനത്തിലൂടെ ലോകത്ത് 190 രാജ്യത്ത് ഇന്ന് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിലാണ് ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ കോവിഡ് വളരെ വ്യാപനം വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്ക് വെക്കലും ഒക്കെ നമ്മൾ പഠിച്ചു. അതുകൂടാതെ കൈ എങ്ങനെ കഴുകണം, മാസ്ക് എങ്ങനെ വെക്കണം, വെക്കാൻ അറിയില്ലാത്തവരെ പോലീസുകാർ കറക്റ്റായിട്ട് വെപ്പിക്കുന്നുണ്ട്. പലരും മാസ്ക് വെക്കുന്നത് മുഖത്ത് മാത്രമാണ്. മുഖത്ത് മീൻസ് മീശയുടെ താഴേക്ക് വെക്കുന്നു, മൂക്കും കൂടെ മറച്ചു വേണം മാസ്ക് വെക്കാൻ എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കോവിഡ് നമ്മൾ അറിയാണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ. അതിലൊരെണ്ണമാണ് ഡിജിറ്റൽ ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഐക്കൺ പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ. നമുക്കറിയാം ഡിജിറ്റൽ മീഡിയയിലൂടെ നടക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും ഡിജിറ്റൽ ഇന്ത്യയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, നമ്മളൊക്കെ പലപ്പോഴും ബൈക്ക് കാറൊക്കെ വിറ്റിട്ടുണ്ടാവും. നമുക്ക് അറിവില്ലാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ബൈക്ക് കാറെല്ലാം വിറ്റ ശേഷം ഈ വിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പേരിൽ നിന്ന് ആ വണ്ടി മാറിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം. എന്നതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഒരു ഫോൺ കളഞ്ഞു പോയാലും, നിങ്ങളുടെ ഒരു സിം കാർഡ് കളഞ്ഞു പോയാലും, നിങ്ങൾ 100% അത് പോലീസിലോ അതല്ലെങ്കിൽ കൺസേൺഡ് അതോറിറ്റിയെ അറിയിച്ചില്ലെങ്കിൽ ആ സിം കാർഡോ ആ ഫോണോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ കിട്ടുകയും അത് രാജ്യത്തിന് നിരക്കാത്ത രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഫോൺ കോളിലൂടെയോ പ്രവർത്തനത്തിലൂടെയൊക്കെ അത് മാറിപ്പോയാൽ ഗ്യാരണ്ടി ആയിട്ടും അതിന്റെ ഉറവിടം അന്വേഷിച്ച് നിങ്ങളുടെ അഡ്രസ്സിൽ എത്തുകയും നിങ്ങൾക്ക് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി തന്നെ പറയുകയാണ്, 5 വർഷക്കാലം കൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നു. ഒരുപാട് 9 പദ്ധതികളാണ് ഡിജിറ്റൽ ഇന്ത്യയിലുള്ളത്. അത് 5 വർഷക്കാലം കൊണ്ടാണ് ആ പദ്ധതി ഇന്ത്യയില് വിചാരിക്കുന്ന തലത്തിന്റെ ഒരു 60-70% എത്തുക ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ കൊറോണ വന്നപ്പോൾ കിട്ടിയ ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത്, കഴിഞ്ഞ 6 മാസക്കാലമായി ഡിജിറ്റൽ ഇന്ത്യയുടെ ഗ്രോത്ത് സ്പീഡ് വളരെ വലുതാകുകയും കേരളം പോലെയുള്ള സംസ്ഥാനം, പഞ്ചാബ്, കേരളം, അതുപോലെയുള്ള തമിഴ്നാട് പോലെയുള്ള ചില സംസ്ഥാനങ്ങളിൽ ഈ സൂം മീറ്റിംഗ് പോലെയുള്ള മീറ്റിംഗിലൂടെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നത് കൊണ്ടൊക്കെ ആ ഡിജിറ്റൽ മീഡിയയുടെ കടന്നുകയറ്റം വളരെ ഫാസ്റ്റ് ആക്കി. അപ്പൊ കൊറോണ ഒരെണ്ണം പഠിപ്പിച്ചത് മാസ്ക് എങ്ങനെ ധരിക്കാന്ന് പഠിപ്പിച്ചു. കാണാണ്ട് പഠിപ്പിച്ച ഒരു കാര്യമാണ് ഡിജിറ്റൽ മീഡിയയുടെ സ്പീഡ് കൂടുന്നത് നമുക്ക് കാണാൻ. മറ്റൊന്നാണ് വലിയ വലിയ പ്രസ്ഥാനങ്ങളൊക്കെ താഴോട്ട് വന്നപ്പോൾ, വലിയ സംഭവങ്ങളൊക്കെ താഴോട്ട് വന്നു. വിമാന സർവീസുകളും അതുപോലെ തന്നെ പലതൊക്കെ താഴോട്ട് വന്നപ്പോൾ, അതായത് മാർക്കറ്റിംഗ് സെഗ്മെന്റ്, ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെഗ്മെന്റ് വളരെ വലുതായി, അത് വളരെ കുതിച്ചു ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലിപ്കാർട്ടും മിന്ത്രയും ആമസോണും ഒക്കെ അതിലേക്ക് അവരുടെ വിഹിതം വളരെ വലുതായി കഴിഞ്ഞു. അവരും വളരെ ഭംഗിയായിട്ട് ചെയ്തു. എന്റെ പ്രിയപ്പെട്ടവർ, ഇത്തരുണത്തിൽ 190 രാജ്യത്തുള്ള ഗവൺമെന്റുകൾ അംഗീകരിക്കുകയും 2000 ആണ്ടിൽ 9ാമത് രാജ്യമായിട്ട് ഇന്ത്യയിൽ എത്തുകയും ചെയ്ത DXN എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിലൂടെ ഏതെങ്കിലും തരത്തിലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷയോടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ടവർക്ക് എറണാകുളംകാരനായ ശ്രീ രാജുവിന്റെ ഒരു സ്പെഷ്യൽ സ്വാഗതം. ഒപ്പം തന്നെ നമുക്കറിയാം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വിപണന രീതിയാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ്. നമുക്കറിയാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരുപാട് വിപണന രീതികളുണ്ട്. എത്തിക്കൽ ബിസിനസ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന സമൂഹത്തിന് ദൂഷ്യം ചെയ്യുന്ന ഒരുപാട് ബിസിനസ്. ഉദാഹരണത്തിന് മദ്യം വിൽക്കുന്നതൊക്കെ അല്ലെങ്കിൽ അബ്കാരി നിയമമുണ്ട്. അതിനെ നിയമം കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ മദ്യം കഴിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കുടുംബത്തിന്റെ സമാധാനം നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എത്തിക്കലാണോ എന്ന് ചോദിച്ചാൽ ബിസിനസ് എത്തിക്കലാണ്. പക്ഷെ അതിന്റെ റിസൾട്ട് വളരെ ശോച്യമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് മൂലമാണ്. ഈ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന ആളുകളിൽ തന്നെ 70% മരിക്കുന്നത് ആദ്യത്തെ 1 മണിക്കൂർ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്താത്തത് കൊണ്ടാണ്. ആ 1 മണിക്കൂർ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്താത്തത് കൊണ്ടും ആളുകൾ മരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം തുബാക്കയാണ്, പുകയിലയാണ്, അല്ലെങ്കിൽ സിഗരറ്റാണ്, ബീഡി സിഗരറ്റാണ്. ഗവൺമെന്റ് പെർമിറ്റ് ചെയ്യുന്നു, എത്തിക്കൽ ബിസിനസ് ആണ്. പക്ഷെ അതിന്റെ റിസൾട്ട് അൺഎത്തിക്കലോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ഗുണകരമായ ഒരു റിസൾട്ട് അല്ലാതെ.
അപ്പോ എത്തിക്കലാണെന്ന് നമ്മൾ വിചാരിക്കുന്ന ബിസിനസ്സും അതിന്റെ റിസൾട്ട് അൺഎത്തിക്കൽ അല്ലെങ്കിൽ ഗുണകരമല്ലാത്ത രീതിയിലുള്ളത് ആളുകൾ ഇവിടെ പെർമിറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഒരു വിപണന രീതി രാജ്യത്ത് അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ. ഞാൻ ഈ മേഖലയിൽ ഏകദേശം 20 വർഷക്കാലം. നിങ്ങൾ കേട്ട് കാണും സുന്ദർ പിച്ചൈ. പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്താണ് അങ്ങനത്തെ ഒരു പേരെന്ന്. സുന്ദർ പിച്ചൈ എന്ന് പറയുന്ന ആള് ഗൂഗിൾ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഹെഡാണ്. ഗൂഗിൾ പ്രസ്ഥാനം തമിഴ്നാടുകാരനായ മധുരയിൽ ജനിച്ച ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച ആളാണ് സുന്ദർ പിച്ചൈ. ഇന്ന് ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന, മുഴുവൻ രാജ്യത്തുള്ള ജനങ്ങൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന, ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പോസ്റ്റിലാണ് ഇന്ന് സുന്ദർ പിച്ചൈ ഉള്ളത്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം, സുന്ദർ പിച്ചൈ പഠിച്ചത് ഖരഗ്പൂർ IIT-യിലാണ്. പ്രിയപ്പെട്ടവരെ, ഖരഗ്പൂർ IIT-യുടെ ഒരു പ്രൊഡക്റ്റ് ആണ് സുന്ദർ പിച്ചൈ. നമുക്ക് അഭിമാനത്തോട് പറയാൻ പറ്റും, നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന കമ്പനിയുടെ ഡയറക്ടർ ഡോക്ടർ ലിം സിയോ ജിൻ ഖരഗ്പൂർ IIT-യുടെ പ്രൊഡക്റ്റ് ആണ്. സോ 1993-ൽ ഡോക്ടർ ലിം സിയോ ജിൻ സ്ഥാപിച്ച കമ്പനിയാണ് DXN, ദൈഷാൻ. DXN-ന്റെ ഫുൾ ഫോം ദൈഷാൻ എന്നാണ്. അതിന്റെ അർത്ഥം ട്രസ്റ്റ് വർത്തി എന്നൊരു മലേഷ്യൻ വാക്കാണ്. അപ്പോ 1993-ൽ വളരെ ചെറുതായിട്ട് തുടങ്ങിയ കമ്പനി അതിന്റെ പ്രൊഡക്റ്റിന്റെ മഹാത്മ്യം കൊണ്ട് മാത്രം ലോകത്ത് 190 രാജ്യത്ത് എത്തിപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ കമ്പനി വളരെ സ്ട്രോങ് ആണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കമ്പനി ഇപ്പൊ ഏകദേശം 100 കണക്കിന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് സിദ്ധപ്പെട്ട് തെലങ്കാനയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് തെലങ്കാന ഗവൺമെന്റ് കൊടുത്ത 100 ഏക്കർ ലാൻഡില് ഈ ഡിസംബർ 7-ാം തീയതിയോടുകൂടി നമ്മുടെ വലിയൊരു ഫാക്ടറി, മലേഷ്യയിലുള്ള ഫാക്ടറിയുടെ 3 ഇരട്ടിയുള്ള ഒരു ഫാക്ടറി ഇവിടെ വരികയാണ്. കഴിഞ്ഞ ദിവസം ഡോക്ടർ ലിമ്മുമായിട്ട് നടന്ന ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഇന്ത്യയെ DXN-ന്റെ ഹബ്ബാക്കി മാറ്റി. അതിൽ പ്രധാനപ്പെട്ട 2 കാരണമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. ഒന്ന്, ഇവിടുത്തെ പോപ്പുലേഷൻ ഏതാണ്ട് 60% പോപ്പുലേഷൻ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ ഒന്ന്, ഇവിടുത്തെ പോപ്പുലേഷനും, 2 ഇവിടുത്തെ ആളുകൾക്ക് കൊടുക്കുന്ന ശമ്പളം, അതായത് ഫോറിൻ രാജ്യത്തൊക്കെ കൊടുക്കുന്ന ശമ്പളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ തുച്ഛമാണ്. അതുകൊണ്ട് തന്നെ സിദ്ധപ്പെട്ടില് ഡോക്ടർ ലിം സിയോ ജിൻ നേരിട്ട് നമ്മുടെ നോനി ഫ്രൂട്ട്സിന്റെ മരം അവിടെ കർഷകർക്ക് കൊടുക്കുകയും ആ കർഷകർക്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കുകയും ചെയ്തു. നിങ്ങൾക്ക് 400 രൂപയ്ക്ക് മേലെ ഈ പ്രൊഡക്റ്റ് ആർക്കെങ്കിലും ഈ ഫ്രൂട്ട് വിൽക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുത്തോളുക. 400 രൂപ 390 രൂപ വരെ ഫിക്സഡ് വിലയിട്ടുകൊണ്ട് ഞാൻ കളക്ട് ചെയ്തോളാം. അങ്ങനെ കർഷകരെ സഹായിക്കുന്ന തലത്തിലേക്കും ഡോക്ടർ ലിം സിയോ ജിൻ അവിടെ സംസാരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, സുന്ദർ പിച്ചൈ പഠിച്ച അതേ സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഡോക്ടർ ലിം സിയോ ജിൻ പഠിച്ച സ്ഥലത്ത് നിന്നാണ് സുന്ദർ പിച്ചൈ പോകുന്നത്. ഇന്ന് ഡോക്ടർ ലിം സിയോ ജിൻ 190 രാജ്യത്ത് വ്യാപിച്ച ഒരു കമ്പനിയുടെ ഡയറക്ടറാണ്. 1000 കണക്കിന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ അതിന്റെ ഹബ്ബാക്കി മാറ്റിക്കൊണ്ടതിന്റെ പ്രവർത്തനം ഊർജ്ജസ്വലമാക്കാൻ പോകുന്ന ഒരു വേളയിലാണ് പോകുന്നത്. അപ്പൊ കമ്പനി വളരെ സ്ട്രെങ്ത് ഉള്ളതാണ്. ഇനി എന്താണ് നമ്മുടെ പ്രൊഡക്ട്സ്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രൊഡക്ട്സ് 10 തരമായിട്ടുള്ള പ്രൊഡക്റ്റ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഒരു വ്യക്തിക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് കിങ് ഓഫ് ഹെർബ് എന്ന് അന്വേഷിച്ചാൽ മൂലികകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഈ മഹത്തായ പ്രൊഡക്റ്റ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനം. രാജഋഷി എന്നും കുസുംബ ചത്ര എന്നൊക്കെ വിളിക്കുന്ന ഒരു പ്രത്യേകതരം മഷ്റൂമാണിത്. ആയുർവേദത്തിലെ അല്ലെങ്കിൽ TCM, ട്രഡീഷണൽ ചൈനീസ് മെഡിക്കൽ തിയറി അനുസരിച്ചിട്ട് ലിങ്ഷി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം റെഡ് കളർ മഷ്റൂമാണ് കിങ് ഓഫ് ഹെർബ്. നമുക്കറിയാം, മഷ്റൂമും മെഡിക്കൽ ഫീൽഡുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറയുമ്പോൾ അലോപ്പതി ശാസ്ത്രത്തിൽ 1928-ൽ നടത്തിയ ഒരു കണ്ടുപിടുത്തം, 32-ൽ നോബൽ പ്രൈസ് കിട്ടിയ ഒരു കണ്ടുപിടുത്തം നടന്നു. 1928-ൽ തുടങ്ങിയ റിസർച്ചിൽ 1924-ലാണ് ലോകമഹായുദ്ധത്തോടനുബന്ധിച്ച് നടന്നിട്ടുള്ള ആളുകളെല്ലാം പഴുത്തു മരിക്കുന്നത് കണ്ടപ്പം ഒരു മൈക്രോബയോളജിസ്റ്റിന്റെ ഉള്ളിൽ തോന്നിയിട്ടുള്ള ഇതിനൊരു മരുന്ന് കണ്ടെത്താൻ എന്താണ് വഴി എന്നുള്ള അന്വേഷണം അവസാനം 1932-ൽ അലോപ്പതി എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രത്തിൽ അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറഞ്ഞ ഒരാൾക്ക് നോബൽ പ്രൈസ് 1932. പെൻസിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആന്റിബയോട്ടിക് കണ്ടെത്തിയതിന്. പെൻസിലിൻ ഉണ്ടാക്കിയിട്ടുള്ളത് പെൻസിലിൻ നൊട്ടേറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗസിനാണ്. ഈ മഷ്റൂമും വരുന്നത് ഒരു ഫംഗൽ ഫാമിലിയിൽ. ഞാൻ പറഞ്ഞു വന്നത്, വളരെ വിപുലമായ അന്വേഷിക്കാൻ തയ്യാറാകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ
കഴിഞ്ഞ 7-ാം തീയതി മനോരമ പത്രത്തിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഗാനോഡർമയും അതുകൂടാണ്ട് സ്പൈറുലിന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പായലിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ വന്ന വാർത്ത. 1 ഗ്രാം 1 കിലോ പച്ചക്കറിക്ക് ഈക്വലന്റ് ആയിട്ടുള്ള സ്പൈറുലിന, ഈ 2 പ്രൊഡക്റ്റുകളും കമ്പൈൻ ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അവരുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടുമെന്നുള്ള കാര്യം നൂറുകണക്കിന് യൂണിവേഴ്സിറ്റികളില് റിസർച്ച് റിപ്പോർട്ടുകളുടെ ബലത്തിൽ നമുക്ക് കാണിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കമ്പനിയുടെ ഹിസ്റ്ററി വളരെ വലുതാണ്. 93 തുടങ്ങി 190 കൺട്രിയിലെത്തി. നമ്മുടെ പ്രൊഡക്റ്റുകൾ മഹത്തരമാണ്. സർവമാന ആൾക്കാരും ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് അത്ഭുതങ്ങളായ റിസൾട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കും. ഇനി മൂന്നാമതൊരു കാര്യമാണ് നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഞാൻ എടുത്തു പറയാൻ കാരണം, നമ്മളെക്കാൾ വളരെ ചെറിയ പോപ്പുലേഷനുള്ള കുറച്ച് പോപ്പുലേഷനുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യയും പെറു. ഒരുപക്ഷെ പെറുവിന്റെ പോപ്പുലേഷൻ കേരളത്തോടൊപ്പമാണ്. 3,29,00,000 പോപ്പുലേഷനാണ് പെറുവിൽ. പെറുവിന്റെ ടേൺ ഓവർ കഴിഞ്ഞ മാസം 76 കോടിയാണ്. 76 കോടി ടേൺ ഓവർ എടുക്കാൻ പെറുവിന് ആയി എങ്കിൽ, പെറുവിനേക്കാൾ സാമ്പത്തികമായി ലാറ്റിൻ അമേരിക്കൻ കൺട്രി ആയിട്ടുള്ള പെറുവിനേക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ. കേരളത്തിൽ നമ്മൾ ഏകദേശം 2 കോടി ടേൺ ഓവർ ആയിട്ടുണ്ട്. നമ്മള് ഇനിയും എത്രയോ കിടക്കുന്നു 75ലേക്ക് എത്താൻ. 2022 നമ്മുടെ പ്രൊജക്റ്റഡ് പ്ലാൻ, കമ്പനിയുടെ പ്രൊജക്റ്റഡ് പ്ലാൻ 3000 കോടിയാണ്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ഒരുപാട് ആളുകൾ 50 ലക്ഷവും 60 ലക്ഷവും ഒക്കെ പെർ മന്ത് വാങ്ങിക്കാൻ പോകുന്ന തരത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടാൻ പോകുക. കാരണം നമ്മുടെ പ്രൊഡക്റ്റുകളുടെ പ്രത്യേകതകൾ അതാണ്. അത് ആ രീതിയിൽ ഒരാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പറഞ്ഞു വന്നത്, നമ്മുടെ മാർക്കറ്റ് വളരെ വലുതാണ്. നോക്കിക്കോളുക, ഈ പാൻഡമിക് സിറ്റുവേഷനിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, ലോകത്തുള്ള മുഴുവൻ ആളുകളും പറയുന്നു, ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, പാൻഡമിക്കിനെ പിടിക്കാൻ, അല്ലെങ്കിൽ കോവിഡിനെ പിടിക്കാൻ. കോവിഡിനെ പിടിക്കാൻ എന്താ ഒരു വഴി എന്നറിയാമോ? ഒറ്റ വഴിയേ ഉള്ളൂ പ്രിയപ്പെട്ടവർ, നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുക. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ എന്താണ് ഒരു വഴി? ഞാൻ കഴിഞ്ഞൊരു മീറ്റിംഗ് പറഞ്ഞ പോലെ, മുമ്പ് കേരളത്തില് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ യാത്ര ചെയ്താൽ വ്യത്യസ്ത രുചികൾ നമുക്ക് ആസ്വദിക്കാനാവുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോ കേരളത്തിൽ എവിടെ യാത്ര ചെയ്താലും കിട്ടുന്ന ഒരു ഫുഡുണ്ട്, കുഴിമന്തി അല്ലെങ്കിൽ ഷവർമ. അപ്പൊ നമ്മുടെ ഫുഡിന്റെ പാറ്റേൺ മൊത്തം ചേഞ്ച് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ 4 പേരെ എടുത്താൽ ഒരാൾക്ക് ഇന്ന് ഡയബറ്റിക് ആണെന്ന് പറയപ്പെടും. 6 പേരെ പിടിച്ചാൽ 3 പേർക്ക് പൈൽസ് ഉണ്ടെന്ന് പറയുന്നു. 10 പേര് വിവാഹം കഴിഞ്ഞാൽ 4 പേർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആശുപത്രി പോകേണ്ട അവസ്ഥയിലേക്ക് എത്തി. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റ് മാത്രം 25,000 കോടി രൂപയുടെ ബിസിനസ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ മഹത്തായ പ്രൊഡക്റ്റും ഇതിന്റെ മാർക്കറ്റിന്റെ സാധ്യതയും നിങ്ങൾ മനസ്സിലാക്കി. നമ്മുടെ കമ്പനി 93 തുടങ്ങി ആദ്യമായി നമ്മുടെ കമ്പനി പ്രൊഡക്റ്റ് മൂവ് ചെയ്യിപ്പിച്ചത് അതായത് സിംപ്ലിഫൈഡ് ഇംപ്രൂവ്ഡ് മാർക്കറ്റിംഗ് പ്ലാൻ. ഈ ഒക്ടോബർ മാസമാണ് നമ്മുടെ കമ്പനി ഐസിംഗ് ഓൺ ദ കേക്ക് അല്ലെങ്കിൽ IOC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡീഷണൽ പ്ലാനും കൂടെ അതിലൂടെ ആഡ് ചെയ്തു. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, പെറുവിന്റെ പ്രധാനപ്പെട്ട വർക്കിംഗ് മെത്തേഡ് അവർ ഓപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് IOC-യിലൂടെയാണ്. ഒരു തർക്കവുമില്ല എന്റെ പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ ദിവസം നടന്ന പ്രോഗ്രാമില്, ഡയമണ്ട് കോൺഫറൻസിൽ എനിക്കറിയാൻ കഴിഞ്ഞത്, ഇന്ത്യയിൽ IOC അല്ലെങ്കിൽ ഐസിംഗ് ഓൺ ദ കേക്ക്, നമ്മൾ വേറൊരു പേരിലാണ് അതിനെ വിളിക്കുന്നത്, മൈ ഹോം മൈ ഷോ, ഈ പ്രോഗ്രാമിലൂടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടത്തിയ സംസ്ഥാനം അത് കേരളമാണ്. എന്നെ കേൾക്കുന്ന IOC ഓണർ ഉൾപ്പെടുന്ന ആളുകൾക്ക് ഇന്ന് വൈകിട്ട് 7:30 to 8:30 പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും IOC അല്ലെങ്കിൽ മൈ ഹോം മൈ ഷോപ്പിന്റെ ആ പ്രോഗ്രാമിന്റെ സ്പീഡ് എത്ര വലുതാണെന്നറിയാം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാനിന്റെ ചില പ്രത്യേകതകൾ പറയാം. നമുക്കറിയാം, മൈ ഹോം മൈ ഷോപ്പ്, ഇതിന്റെ ഈ IOC-യുടെ പ്ലാനിന്റെ പ്രത്യേകത, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതൊരു ബിസിനസ്, ഒരു സീഡ് സ്റ്റോക്ക് കളക്ട് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇതിൽ വർക്ക് ചെയ്യാൻ. ഒരാൾക്ക് IOC-യിൽ ജോയിൻ ചെയ്യണമെങ്കിൽ, DXNL IOC പ്ലാൻ എടുത്ത് വർക്ക് ചെയ്യാൻ ഒരാൾ തയ്യാറാണെങ്കിൽ, ഒരു ബിസിനസ് ചെയ്യാൻ തയ്യാറാകുന്ന ആൾക്കാർക്ക് മാത്രമേ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റൂ. ഒരു ബിസിനസിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ക്യാപിറ്റൽ. ഇവിടെ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ 22,500 രൂപ കൊടുത്ത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഏകദേശം 29,000 രൂപയ്ക്ക് വിലയുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. അങ്ങനെ ഒരാൾ IOC-യിൽ ജോയിൻ ചെയ്തു. IOC-യുടെ മാത്രമുള്ളൊരു പ്രത്യേകത,
മറ്റ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബൈനറി പ്ലാനുകളൊക്കെ നമുക്ക് അറിയാവുന്നവരാണ്. മറ്റ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മെത്തേഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ IOC എന്ന് പറയുന്ന ഈ പ്ലാനിലൂടെ നമ്മൾ വരികയാണെങ്കിൽ കമ്പനി നമ്മൾക്ക് ടോട്ടൽ എത്രയാണോ 22,500 രൂപ മുടക്കുമ്പോൾ അതിന്റെ പകുതി, അതായത് 20,000 രൂപ മുടക്കാൻ ഒരാൾ തയ്യാറായാൽ 10,000 സെയിൽസ് വാല്യൂ നമുക്ക്, ആ 10,000 സെയിൽസ് വാല്യൂവിന്റെ പെർസെന്റേജ് ആണ് നമുക്ക് കമ്മീഷനായിട്ട് കിട്ടുക. അപ്പൊ ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് മൈ ഹോം മൈ ഷോപ്പ് അല്ലെങ്കിൽ IOCയിൽ ജോയിൻ ചെയ്യാം. ഒരു ജോലി കണ്ടെത്താൻ, ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള, ഇപ്പൊ നിങ്ങൾ എങ്ങനെ സംസാരിക്കണം എന്നറിയാമോ? നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അതിനേക്കാൾ കൂടുതൽ പറയേണ്ടത് നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എല്ലാ വ്യക്തികളോടും ഹോം ഷോപ്പ് തുടങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കണം. അങ്ങനെ ഹോം ഷോപ്പ് തുടങ്ങാൻ താല്പര്യമുണ്ട് എങ്കിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോഴാണ് നിങ്ങൾ ഇതിന്റെ പ്ലാൻ പഠിപ്പിക്കേണ്ടത്. നമുക്കറിയാം, ഒന്നാം തലമുറയിൽ നിന്നും ഞാൻ ഒരു IOC എടുത്ത ശേഷം ഞാനൊരു 10 പേരെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ, അതായത് ഞാൻ IOC 20,000 മുടക്കി ഒരു IOC എടുത്തു, ഐസിംഗ് ഓൺ ദ കേക്ക് അല്ലെങ്കിൽ ഒരു ഹോം ഷോപ്പ് ഓണറായി. ഞാൻ രണ്ടാമത്തെ ലെവലിൽ 10 പേരെ റെഫർ ചെയ്താൽ എനിക്ക് ഓരോരുത്തരിൽ നിന്നും 15%, അതായത് 1,500 രൂപ വീതം കിട്ടും. ആ 10 പേരും അടുത്ത ലെവലിൽ 100 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ ലെവലിൽ നിന്നും എനിക്ക് 1,000 രൂപ വീതം കിട്ടും. ദാറ്റ് മീൻസ് 100 പേരിൽ നിന്നും 1,000 രൂപ വീതം കിട്ടിയാൽ 1,00,000 രൂപ കിട്ടും. മൂന്നാമത്തെ ലെവൽ മുതൽ അങ്ങ് 11ാമത്തെ ലെവൽ വരെ ആ ടീമിൽ ആര് ജോയിൻ ചെയ്താലും നമുക്ക് 500 രൂപ വീതം കിട്ടും. അതായത് ഒരാൾ ഞാൻ ജോയിൻ ചെയ്തു, ഞാൻ IOC എടുത്തു. അപ്പൊ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, IOC എടുക്കുമ്പോൾ 20,000 മുടക്കുന്ന ആൾക്ക് എന്തെല്ലാം കിട്ടും? 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് IOCയിൽ ആദ്യം ജോയിൻ ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത, 20,000 മുടക്കുമ്പോൾ ഏകദേശം 27,000 റുപ്പീസിന്റെ പ്രൊഡക്റ്റ് കിട്ടും. നമ്പർ 1. നമ്പർ 2, 15 മുതൽ 25% ഡിസ്കൗണ്ടിൽ പ്രൊഡക്റ്റ് വീണ്ടും വേണമെങ്കിൽ വാങ്ങിക്കാനുള്ള പെർമിഷൻ കിട്ടും. നമ്പർ 3, സ്വന്തമായി ഈ ലോകത്തുള്ള ഏത് രാജ്യത്ത് ബിസിനസ് ചെയ്യാനായിട്ട് സ്വന്തമായി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷനും കൂടി കമ്പനി തരും. നിങ്ങൾക്ക് സ്വന്തമായി വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ടീമിൽ ഇപ്പോൾ ഏകദേശം 60ഓളം പേര് സ്വന്തമായി വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വീട്ടിലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വേൾഡ് വൈഡ് ബിസിനസ് ചെയ്യുന്നവർ. ഞാൻ എടുത്തു പറയാവുന്ന ചില പേരുകൾ അലി അക്ബറും നിതിനും പ്രദീപ് സാറൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു. ഇന്റർനാഷണൽ ലെവലിലാണ് അദ്ദേഹത്തിന്റെ ഒക്കെ ഇപ്പോഴത്തെ ഒരു പ്രവർത്തന രീതികൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 3 സ്പെഷ്യാലിറ്റിയാണ്. 1, സർട്ടൺ പെർസെന്റ് ഡിസ്കൗണ്ട് കിട്ടും. 2, വേൾഡ് വൈഡ് ആളുകളെ സ്പോൺസർ ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. 3, ലോകത്ത് എവിടെ വേണമെങ്കിലും ആളുകളെ സ്പോൺസർ ചെയ്യാനുള്ള പെർമിഷനും കൂടി കിട്ടും നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ. അപ്പോ IOC എന്ന് പറയുന്ന ഈ പ്ലാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ എത്ര രൂപയാണോ മുടക്കുന്നത് അതില് പകുതി നമുക്ക് തിരിച്ച് കമ്പനി നമ്മുടെ ഫീൽഡിലോട്ട് തിരിച്ചു തരും. ദാറ്റ് മീൻസ് IOCയിലൂടെ നമ്മളൊരു 10 കോടി ടേൺ ഓവർ കൊടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 5 കോടി രൂപ തിരിച്ച് ഫീൽഡിൽ തന്നെ വരും. അത് നമ്മുടെ പല ആളുകൾക്കും കിട്ടും. നമുക്കറിയാം, മറ്റ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ ചില പ്ലാനുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബൈനറി പ്ലാൻ ആണെങ്കിൽ 2 സൈഡും ബാലൻസ്ഡ് ആയിരിക്കണം. IOCയിൽ അങ്ങനെയില്ല. ഒരു ബാലൻസിനും വേണ്ട. നിങ്ങൾ ഒരാളെ മാത്രമേ ജോയിൻ ചെയ്യിപ്പിച്ചു, അയാൾ ഒരുപാട് പേരെ റിക്രൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇൻകം കിട്ടും. രണ്ടാമത്തെ ഒരു പ്രത്യേകത, ഈ ഇൻകം കിട്ടുന്നതിന് വേണ്ടി അടുത്ത മാസവും അതിന്റെ അടുത്ത മാസവും നെക്സ്റ്റ് മന്തും 10 കൊല്ലം കഴിഞ്ഞാലും ഒരു സാധനവും നിങ്ങൾ വാങ്ങിക്കണം നിർബന്ധമില്ല. മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ ഒരു കുഴപ്പമുള്ളത് എന്താ അറിയാമോ? നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങാനും ഉപയോഗിച്ചു പോയാൽ അത് പിന്നെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആർക്കൊക്കെ ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടോ അവരൊക്കെ പലപ്പോഴും ഫോണിൽ വിളിച്ചിട്ട് വീട്ടിലോട്ട് വരട്ടെ, കിട്ടുമോ, അവിടെ കിട്ടോ. ഒരിടയ്ക്ക് ഡയറക്ട് മാർക്കറ്റിംഗ് ഇഷ്യൂ വന്ന സമയത്തൊക്കെ ഒരുപാട് പേര് അതുപോലെ ചോദിച്ച് സ്ഥിരം വിളിച്ച് ശല്യപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ദുബായിൽ നിന്ന് പ്രൊഡക്റ്റ് വരുത്തി, പേസ്റ്റ് ഇവിടെ ഇല്ലായിരുന്നൊരു സമയത്ത് ഞാനൊരു 100-100 പേസ്റ്റ് ദുബായിൽ നിന്ന് വരുത്തി ഞാൻ കൊടുക്കുകയുണ്ട്. എനിക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം വന്നിട്ടാണെങ്കിലും നമ്മുടെ കസ്റ്റമർ റിട്ടൻഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു. നമ്മുടെ പേസ്റ്റൊക്കെ അത്ര മാത്രം യൂസ്ഫുൾ ആയിട്ടുള്ള പേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ IOC എന്ന് പറയുന്ന ഈ പ്രക്രിയ ശരിക്കും സിംബിന്റെ കുഞ്ഞാണ്. IOC ഒരു മാസ്റ്റർ പ്ലാൻ ആണെങ്കിൽ സിംബ് മദർ പ്ലാൻ. നാച്ചുറലി IOCയിൽ ഒരാൾ ജോയിൻ ചെയ്താൽ പതുക്കെ അയാൾ സിംബില് ഓട്ടോമാറ്റിക് അഡോപ്റ്റഡ് ആവും. സിംപിൾ അയാൾക്ക് വരുമാനം കിട്ടാനും തുടങ്ങും. കാരണം ഒരു 10-500 കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് രണ്ടാമതും മൂന്നാമതൊക്കെ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ സിംബിലാണ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോ സിംബ് എന്ന് പറയുന്നതിന്റെ കുഞ്ഞാണ് IOC. IOCയിൽ ഒരാൾ ആദ്യമായി ജോയിൻ ചെയ്യാൻ 22,500 രൂപയുടെ സീഡ് സ്റ്റോക്ക് പർച്ചേസ് ചെയ്യണം.
അത് കഴിഞ്ഞാൽ അയാൾക്ക് വീണ്ടും വീണ്ടും IOC എടുക്കാം. 3 IOC വരെ മാക്സിമം എടുക്കാൻ പറ്റും. ഞാൻ 3 IOC എടുത്ത ഒരാളാണ്. എന്താണ് ഒരു IOC എടുത്ത ആളും 3 IOC എടുത്ത ആളും തമ്മിലുള്ള വ്യത്യാസം അറിയാം. ഞാന് ഒരു IOC മാത്രമാണ് എടുത്തതെങ്കിൽ എനിക്ക് അടുത്ത ജനറേഷന് 1500 രൂപ കിട്ടുമെങ്കിൽ, ഞാൻ 3 IOC എടുത്തെങ്കിൽ എനിക്ക് അടുത്ത ലെവലിൽ നിന്ന് 3000 രൂപ വരെ കിട്ടും. ഞാൻ ഒരു IOC എടുത്തിട്ടുള്ളൂ, ആദ്യത്തെ ലെവൽ 1500 രൂപ, അടുത്ത ലെവലിൽ നിന്ന് 1000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ 3 IOC എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ലെവലിൽ നിന്ന് 3000-ഉം അടുത്ത ലെവലിൽ നിന്ന് 2000-ഉം അതിന്റെ അടുത്ത ലെവൽ തുടങ്ങി 11ാമത്തെ ലെവൽ വരെ, അതായത് 9ാമത്തെ ലെവൽ വരെ 1500 രൂപയും കിട്ടും. കുറെ പ്രത്യേകതകളുണ്ട്. വേറൊരു പ്രത്യേകത നമുക്കറിയാം, സീലിംഗ്. ഇവിടെ സീലിംഗ് ഇല്ല. എനിക്ക് ഇന്ന് രാവിലെ മലപ്പുറത്ത് ഒരു കോള് വന്നു. പുള്ളി ചോദിച്ചത് നമ്മുടെ കമ്പനിയുടെ റിലവൻസിനെ കുറിച്ചിട്ടാണ്. ഞാൻ അദ്ദേഹത്തിന് ഒരു ചെറിയ വീഡിയോ പറഞ്ഞു കൊടുക്കുക, നിങ്ങളോട് പറയാം. നിങ്ങൾ നെറ്റിൽ പോയിട്ട് DXN സക്സസ് സ്റ്റോറീസ് നടത്തുക. DXN സക്സസ് സ്റ്റോറി. അതിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഹസൻ അൽ ഖത്തേരി, ദുബായ് ഫോർമർ കൺസ്യൂമർ ഫോറം ചെയർമാൻ, ഹസൻ അൽ ഖത്തേരിയുടെ സക്സസ് സ്റ്റോറി ഉണ്ട്. ഫത്തേമെ ഖനിയുടെ സക്സസ് സ്റ്റോറി കിടക്കുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ കിടക്കുന്നു. ഞാൻ മലപ്പുറത്തുകാരനോട് പറഞ്ഞു, ഫത്തേമെ ഖനി എന്ന് പറഞ്ഞിട്ടൊരാളുടെ ചരിത്രം അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. ആ സക്സസ് സ്റ്റോറി ഏതാണ്ട് 7.5 ലക്ഷം രൂപ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സാലറി ഗവൺമെന്റ് ഓഫ് ദുബായിയുടെ സാലറി വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ യാദൃശ്ചികമായി DXന്റെ കോഫി ഉപയോഗിക്കാൻ അവസരം കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ ബ്രദർ പാകിസ്ഥാനിൽ ഡോക്ടറാണ്. ഫത്തേമ ഖനി പാകിസ്ഥാനിയാണ്. ഏതാണ്ട് 7.5 ലക്ഷം രൂപ ഗവൺമെന്റ് ഓഫ് UAEയുടെ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് IBS എന്ന് പറഞ്ഞിട്ടുള്ള ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, വയറുമായി ബന്ധപ്പെടുന്ന ഒരു ചെറിയ ശാരീരിക അസ്വസ്ഥത്തിന് ആശ്വാസം കിട്ടി കോഫി കുടിച്ചപ്പോ അദ്ദേഹം 2ാമത് കോഫിക്ക് വന്നു. അദ്ദേഹം 3ാമത് മീറ്റിങ്ങിന് വന്നു. അദ്ദേഹം 2003 ജോയിൻ ചെയ്തു. 2004 ജോലിയോടൊപ്പം DXN കൊണ്ടുപോയി. 2005 ജോലിയോടൊപ്പം DXN കൊണ്ടുപോയി. 2006 ജോലിയോടൊപ്പം DXN കൊണ്ടുപോയി. നിങ്ങൾ മനസ്സിലാക്കണം, ഫുഡും സ്കൂളും എഡ്യൂക്കേഷനും താമസവും ഒക്കെ ഫ്രീ ഗവൺമെന്റ് ഓഫ് UAE ഫ്രീ കൊടുക്കുന്ന ഫത്തേമെ ഖനി എന്ന് പറഞ്ഞ ആള് 2006 DXനും ജോലിയും കൊണ്ടുപോയി. 2007 DXനും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോയി. 2008 ഓഗസ്റ്റ് മാസം എന്നേക്കുമായി ഒരു മനുഷ്യൻ സ്വപ്നം കാണുന്ന എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയിട്ടുള്ള, വിമാനം പറപ്പിക്കുന്നത് പഠിപ്പിക്കുന്ന ആ ജോലി റിസൈൻ ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്തായിരിക്കാം? അതാണ് നമ്മുടെ മാർക്കറ്റ് സൈസ്. DXN ഏകദേശം 7.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ജോലി കളഞ്ഞുകൊണ്ട് ഫുൾ ടൈം DXN ചെയ്യാൻ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഈ പ്രൊഡക്റ്റിന് അത്രമാത്രം ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കിയ ഫത്തേമെ ഖനി 2008 ജോലി റിസൈൻ ചെയ്തുകൊണ്ട് ഫുൾ ടൈം DXN പ്രവർത്തകനായി. ഇന്ന് മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ക്രൗൺ അംബാസിഡർ ആണ്. എന്റെ കണക്ക് അനുസരിച്ചിട്ട് ഏതാണ്ട് 60 ലക്ഷത്തിന് മേലെ പ്രതിമാസം വരുമാനം വാങ്ങിച്ചുകൊണ്ട് 4, 5, 6 മാസം കണ്ടിന്യൂസ് വെക്കേഷൻ എൻജോയ് ചെയ്യുന്ന കാനഡയിൽ സെറ്റിൽ ആയിട്ടുള്ള ഫത്തേമെ ഖനി നമ്മുടെ മുമ്പിലുണ്ട് എന്ന് ഞാൻ ഈ മലപ്പുറത്തുകാരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മലപ്പുറത്ത് പലരും ഈ ക്വാറന്റൈനും ഈ കോവിഡും ഒക്കെ ഒന്ന് മാറി ദുബായിലേക്ക് സ്വപ്നച്ചിറകുമായി പറന്നു പോകാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേര്, പാസ്പോർട്ടും ഒക്കെ റെഡിയാക്കി വെച്ച് 18 വയസ്സ് കഴിയാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേര് ഇന്ന് മലപ്പുറത്ത്. ഞാൻ പറഞ്ഞു തന്നത്, ഒരു ജോലി കണ്ടെത്താൻ ആഗ്രഹമുള്ള ഒരാള് ആണെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസിനെ കുറിച്ച് പറയണം. പ്രിയം, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കാണുന്നു ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് മൾട്ടി ലെവൽ ഡയറക്ട് മാർക്കറ്റിംഗ് മാറിക്കഴിഞ്ഞു. തത്വാര അതനുസരിച്ചിട്ടുള്ള നിയമങ്ങൾക്കുള്ളിലുള്ള ഒരുപാട് ചട്ടക്കൂടുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഗവൺമെന്റ് ഓഫ് കേരള വളരെ അഡ്വാൻസ്ഡ് ആണ്. ഒരു പുതിയൊരു പോർട്ടൽ ഉണ്ടാക്കി കഴിഞ്ഞു. ഇന്ന് ഇഷ്ടം പോലെ 2 പേരെ ചേർപ്പിച്ചും ക്രൗഡ് ഫണ്ട് എന്നോ അങ്ങനെയുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ധാരാളം ഫണ്ടിങ്ങും മറ്റും ഒക്കെ നടക്കുന്നുണ്ട് ഇഷ്ടം പോലെ നാട്ടിൽ ചുറ്റുവട്ടം. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ പ്രക്രിയ എയിം ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് ആജീവനാന്ത വരുമാനം മാത്രമല്ല, ആ വ്യക്തി ഇല്ലെങ്കിലും ആ കുടുംബത്തിനും വരുമാനം കിട്ടുന്ന തരത്തിൽ ഒരു കൺസ്യൂമറെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള വലിയൊരു ഒരു പ്രക്രിയയാണ് ജെന്യുവൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്പന്നരെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മെക്കാനിസം മൾട്ടി ലെവലാണെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാനിനെ കുറിച്ച് നിങ്ങൾ ധാരാളമായിട്ട് മനസ്സിലാക്കേണ്ടത്. അടുത്ത ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വർക്കിംഗ് മെത്തേഡാണ്. നമുക്കറിയാം എങ്ങനെയാണ് നമുക്കിത് ഒരാളോട് സംസാരിക്കുന്നത്. ഒരാളോട് പറയണമല്ലോ, അത് നമ്മൾ പ്രാക്ടീസിലൂടെ പഠിക്കണം. കുറച്ചൊക്കെ ഞങ്ങളെ പോലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് ഞാൻ ഓർക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് എന്റെ വീട്ടിൽ വന്ന്, ഇത് കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ എന്റെ വീട്ടിൽ വന്നു. അദ്ദേഹത്തിന്റെ ഉമ്മയ്ക്ക് ഡയബറ്റിക് ആണ്, 71 വയസ്സുണ്ട്.
ഇതിനോടകം തന്നെ 2 പ്രാവശ്യം കാല് പഴുത്ത് പാലക്കാടുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി അത് ഉണക്കി തിരിച്ചു വരും. ഇപ്പൊ മറ്റേ കാലിലാണ് പ്രശ്നം. എന്റെ അടുത്ത് ഒന്ന് ചോദിച്ചു, ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് വല്ല ഗുണവും കിട്ടുമോ എന്ന്. എനിക്ക് എന്താണ് പറയാൻ പറ്റുക എന്റെ പ്രിയപ്പെട്ടവരെ? ഞാൻ പറഞ്ഞു, 2000 ആണ്ടിൽ DXL ജോയിൻ ചെയ്ത ഞാൻ ഏറ്റവും ആദ്യം കിട്ടിയ റിസൾട്ട് ഉണ്ടല്ലോ, എറണാകുളത്ത് സുപ്രിയ ഫാബ്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാബ്രിക്സ് ഒരു തുണിക്കടയുണ്ട്. എറണാകുളം ജംഗ്ഷനിൽ, കച്ചേരിപ്പടി ജംഗ്ഷനിൽ ബെസ്റ്റ് ബേക്കറിയുടെ തൊട്ടു പുറകിൽ അന്നത്തെ തുണിക്കടയായിരുന്നു സുപ്രിയ ഫാബ്രിക്സ്. ഒരുവിധം നല്ല പേര് കേട്ട ഒരു സുപ്രിയ ഒരു തുണിക്കട. അതിന്റെ ഓണറിന്റെ പേര് അബ്ദുൽ അസീസ് എന്ന്. ഇക്കയുടെ അഡ്രസ് ഒരാൾ എനിക്ക് പറഞ്ഞു തന്നു. എന്നോട് പറഞ്ഞ ആള് പറഞ്ഞത്, ഞാൻ പറഞ്ഞു നീ അവിടെ പോയി പറയണ്ടോ. ഞാൻ പറഞ്ഞു, പിന്നെ ആര് പറഞ്ഞത് പറയും, നീ ഒന്ന് പറഞ്ഞു നോക്കി, കൂൺ ചിലപ്പോൾ പുള്ളി മേടിക്കുമായിരിക്കും. അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി ഞാൻ ആ കടയിൽ ചെന്നു. രാവിലെ അവിടെ ചെന്നപ്പോ കടക്കാരനായിട്ടുള്ള അസീസ്ക പറഞ്ഞു, എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനം. ഇവിടെ ഒരു സാധനം വേണ്ട, പുക്കോളം പറഞ്ഞു. വളരെ നിരാശനായ ഞാൻ പറഞ്ഞു, ഇക്ക ഞാൻ വൈകുന്നേരം വരാം, വൈകിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ വൈകിട്ട് വരാൻ വേണ്ടി ഒരു 6 മണി 6:30 ആയപ്പോഴത്തേക്കും ഞാൻ വൈകിട്ട് ചെന്നു. അപ്പൊ ചെന്നപ്പോഴത്തേക്കും പുള്ളി കടയിൽ തിരക്കൊന്നുമില്ല. അങ്ങനെ പുള്ളിയാരനോട് സംസാരിച്ചു, ഇക്ക ഇങ്ങനെ ഒരു സാധനമാണ്. 2 കൈ നീട്ടി പുള്ളി എന്റെ അടുത്തുനിന്ന് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ വാങ്ങിച്ചു. ഡീറ്റെയിൽ ഒക്കെ വാങ്ങിച്ച ശേഷം അദ്ദേഹം എന്നോട് ഇതിന്റെ ഇതെന്താണ്, ഞാൻ പറഞ്ഞത് ഒരു മഷ്റൂമാണ്, എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഇതൊരു മഷ്റൂമാണ്, അതാണ് ഇതാണ്. പുള്ളി അതെല്ലാം നോക്കിയ ശേഷം പുള്ളി പറഞ്ഞു, ഈ മഷ്റൂമിന്റെ ക്യാപ്സൂള് മതിയോ. പ്രിയപ്പെട്ടവർ, അന്ന് ഞാൻ ഈ ക്യാപ്സൂൾ ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല. 1520 രൂപയുടെ ഈ ക്യാപ്സൂൾ, 90 എണ്ണം വീതമുള്ള ക്യാപ്സൂളിന് അന്നത്തെ വില 1520 രൂപയാണ്. അത് കൊടുത്താൽ എനിക്ക് 250 രൂപ കമ്മീഷൻ കിട്ടും. എന്റെ ലക്ഷ്യം മുഴുവൻ ആ കമ്മീഷൻ മാത്രമായിരുന്നു. പക്ഷെ 6:30 മണിയായപ്പോഴത്തേക്ക് എറണാകുളത്തെ ഓഫീസ് കൂട്ടി. എന്റെ അടുത്ത് പറഞ്ഞു, പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ചെന്നു. 250 കിട്ടുമല്ലോ. എന്റെ കയ്യിൽ 1520 രൂപ തരാൻ ആൾക്ക് ഒരു മടി, കാരണം എന്റെ പരിചയമില്ലല്ലോ. അങ്ങനെ ആ മനുഷ്യൻ അദ്ദേഹം അവിടെ തുണി വെട്ടുന്ന ഒരാളുടെ കൂടെ എന്റെ വിട്ടു. ഞങ്ങൾ ഒരുമിച്ച് അവിടെ പോയി പ്രൊഡക്റ്റ് മേടിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, 1 മാസം കൊണ്ട് 4 പ്രാവശ്യം അദ്ദേഹം പ്രൊഡക്റ്റ് മേടിച്ചു. 5ഉം 6ഉം പ്രാവശ്യം പിന്നീട് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എറണാകുളത്ത് യുവറാണിയില് ചെന്നൈയിലുള്ള ഒരു ഡോക്ടർ പ്രോഗ്രാം, ഡോക്ടർ രത്നവസുപാലിന്റെ പ്രോഗ്രാം നടക്കുന്നു. ആ പ്രോഗ്രാം നടക്കുമ്പോൾ ഞാൻ ഇക്കയെ വിളിച്ച് പറഞ്ഞു, അസിസ്ക, ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഒരു അലോപ്പതി ഡോക്ടർ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇക്ക ഇങ്ങനെ ഇഷ്ടം പോലെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് കഴിക്കുന്ന ആളാണല്ലോ. എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട്, എന്തെങ്കിലും അറിവില്ലായ്മ കൊണ്ടോ, അല്ലെങ്കിൽ എനിക്കറിയില്ലല്ലോ, എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഡോക്ടറോട് ചോദിച്ചത് മനസ്സിലാക്കിക്കോട്ടെ എന്നുള്ള ഒരു വിചാരത്തിലാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞത്. പ്രിയപ്പെട്ടവർ, അന്ന് ടാറ്റ ഇൻഡിക്ക കാറില് മീറ്റിംഗിന്റെ അവസാനം അദ്ദേഹം കയറി വന്നു. വേദിയിൽ ഒരു 500 ഓഡിയൻസ് ആയിട്ട് 500 പേര് ഇരിക്കുന്നു. എന്നോട് എന്റെ സീനിയർ രാജീവ് സാറും ഷർഷയൊക്കെ ചോദിച്ചു, എന്തിനാ സിരാജ് അദ്ദേഹത്തെ കയറ്റിയത്? മീറ്റിംഗിന്റെ നടുഭാഗത്തൂടെ കടന്നു വന്ന ആ മനുഷ്യൻ ആരും പോകരുത് കയ്യും പൊക്കി പിടിച്ചിട്ട് മീറ്റിംഗിലേക്ക് കയറി വന്നു. എന്നിട്ട് ആ മൈക്ക് എടുത്തിട്ട് പറഞ്ഞു, എന്റെ ഉമ്മയ്ക്ക് 74 വയസ്സ്. എന്റെ ഉമ്മയുടെ കാല് ഡയബറ്റിക് ആണ്. ഉപ്പുറ്റിയിൽ ഒരു ചെറിയ വേദന വന്നു. എറണാകുളത്തുള്ള പല പ്രമുഖ ആശുപത്രിയിലും കൊണ്ടുപോയി. അങ്ങനെ കാലെല്ലാം പലതരത്തിലുള്ള കീറിമുറിക്കലുകളും ഒക്കെയായി. അവസാനം അമൃതാനന്ദമയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർമാര് പറഞ്ഞു, കാല് മുറിച്ചു കളയണം. അങ്ങനെ മുറിച്ചു കളയാൻ തീരുമാനിക്കും. അനസ്തേഷ്യ കൊടുക്കാൻ വേണ്ടി വന്ന ഡോക്ടർ പറഞ്ഞു, ഈ അനസ്തേഷ്യ കൊടുക്കാൻ പോലുള്ള ആരോഗ്യമില്ല, അതുകൊണ്ട് ഇത് മുറിച്ചാൽ, ബോധം കെടുത്തിയാൽ ചിലപ്പോൾ തിരിച്ചു കിട്ടത്തില്ല എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ ഉമ്മയെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. 1 മാസം 2 തവണ സർജറി ചെയ്തു. ഹെക്സ്ട്രം എന്ന് പേരുള്ള പപ്പായയിൽ നിന്ന് എടുക്കുന്ന ഒരു മരുന്ന് ജർമ്മനിയിൽ നിന്ന് വരുത്തിയിട്ടാണ് അസീസിക്ക ഉമ്മയുടെ 5 ഗ്രാം വരുന്ന ട്യൂബ് മുഴുവനും ഞെക്കിയിട്ട് വേണം മുറിവിൽ പരത്താൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഉണ്ടാവാം, കണ്ണൂർ ഒരു കൊച്ചിന്റെ കാലിൽ ബോംബെറിഞ്ഞ അസ്ന എന്ന് പറഞ്ഞ ഡോക്ടറായി മാറിയ അസ്ന എന്ന് പറഞ്ഞ കുട്ടി ആ ഉമ്മ കിടക്കുന്ന അടുത്ത മുറിയിലാണ് അന്ന് കാല് വയ്യാണ്ടായിട്ട് അവിടെ കൊണ്ടുവന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, 2 മാസം കൊണ്ട് 1.5 മാസം കൊണ്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ആ ഉമ്മയുടെ കാലും കംപ്ലീറ്റ് കരിഞ്ഞു ഉണങ്ങി എന്ന് അസീസ്ക എന്ന മൈക്കെടുത്ത് ഡിക്ലെയർ ചെയ്യുമ്പോൾ, എന്തിനാണ് ഇയാളെ കയറ്റി എന്ന് എന്നോട് ചോദിച്ച പലരും അഭിമാനത്തിന്റെ ഒരു നിമിഷമായിരുന്നു. എന്റെ കണ്ണിലെ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു. എന്റെ പേര് അദ്ദേഹം പലവട്ടം എടുത്തു പറഞ്ഞപ്പോ ഞാനൊന്ന് വന്നോട്ടെ ഉമ്മയെ കാണാൻ എന്ന് ചോദിച്ചു. അന്ന് ആദ്യമായിട്ട് ടാറ്റ ഇൻഡിക്ക കാറിൽ കയറി അദ്ദേഹത്തിന്റെ പെങ്ങളുടെ വീട്ടിൽ പോയി ആ ഉമ്മയെ കണ്ടു. ആ ഉമ്മ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് ഒരു വീൽ ചെയറിൽ വന്നിട്ട് പറഞ്ഞു, മോനെ കുറെ കൂടെ മുമ്പേ തന്നിരുന്നെങ്കിലും ഉമ്മയുടെ തള്ളവരിൽ കിട്ടുമായിരുന്നു എന്ന് പറയുമ്പോ, പക്ഷെ എന്നാലും ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ, അതുകൊണ്ട് ഒരുപാട് ആശ്വാസം, നമസ്കരിക്കാൻ പറ്റുന്നുണ്ട് മോനെ എന്ന് കണ്ണു നിറഞ്ഞുകൊണ്ട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്തും ഇഷ്ടം പോലെ ആളുകൾ ഇത്തരത്തിൽ
കീറി മുറിച്ചു മരിക്കുമ്പോൾ. ഇന്നലെയും വന്ന ഈ സലാമിന്റെ ഉമ്മയുടെ അവസ്ഥ അതാണ്. അതിന് രണ്ടാഴ്ച മുമ്പ് വേറൊരു കാര്യം, ചുറ്റുവട്ടത്ത് നോക്കിയാൽ മതി, ആരോഗ്യമാകെ നാശപൂശമാണ്. ആരോഗ്യരംഗം ഷുഗർ രോഗികളൊക്കെ ധാരാളം വരുന്നു. നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചേർത്തലയിൽ നിന്നും ശരത്തിന്റെ ടീമിലുള്ള ഒരാളുടെ ഒരു കുഞ്ഞിന്റെ വീഡിയോ, ഐ ലവ്, എനിക്ക് കൊച്ചി ഭയങ്കര ഇഷ്ടമാണ്, സ്പിരുലിന എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടൊരു 3 വയസ്സുകാരൻ അത് ചവച്ചു വാരി തിന്നുന്നത് കണ്ടപ്പോ എന്ന് നമ്മൾ നോക്കിയാൽ മതി പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് അത്യാവശ്യം, നമ്മുടെ വലിയ ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് അത്യാവശ്യം, നമ്മുടെ രോഗികൾക്ക് മരുന്നിനോടൊപ്പം തന്നെ ഈ പ്രൊഡക്റ്റ് അത്യാവശ്യം, 100 കണക്കിന് ആളുകൾക്ക് ഇത് അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ജോലിയായിട്ട് കണ്ടെത്താൻ തയ്യാറാകുന്ന നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്നത്, നിങ്ങൾ ഒരാളോട് സംസാരിക്കാൻ തയ്യാറില്ല, നോ പ്രോബ്ലം, ദർ ഇസ് എ ചാൻസ്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ ഒരു മൊബൈൽ ഫോൺ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും, നിങ്ങൾക്ക് ബെസ്റ്റ്, ഏറ്റവും നന്നായി വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ IOC നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായ 2 പ്രൊഡക്റ്റുകൾ കൂടുതൽ വാങ്ങിക്കണം. ഒന്ന് സ്പൈറുലിന, 1 ഗ്രാം സ്പൈറുലിന 1 കിലോ പച്ചക്കറിക്ക് ഈക്വലന്റ് ആണ്. രണ്ടാമത്തത് കോഡിസെപ്പിന്റെ കോഫിയാണ്. ഇത് 2 പ്രൊമോട്ട് ചെയ്യാൻ വളരെ എളുപ്പവുമാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിധിൻ എന്ന് പറഞ്ഞിട്ടുള്ള ദുബായ് പാലസിൽ ഉപയോഗിക്കുന്ന കോഫിയാണെന്ന് കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ ലോകം മുഴുവൻ അറിയിച്ച നിധിൻ, 1000കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിന് താഴെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ആ നിധിന്റെ വീഡിയോ കയ്യിലുണ്ടാവണം, മൊബൈൽ ഫോണിൽ കാണിക്കണം. ഒപ്പം തന്നെ ഒരു കോഡിസെപ്പിന്റെ കോഫി കയ്യിൽ വേണം. അതുപോലെ തന്നെ 7-ാം തീയതി എറണാകുളം എഡിഷനിൽ ഉണ്ടായ പത്രത്തിൽ വന്ന വാർത്ത, സ്പൈറുലിനയുടെ 2 കോപ്പി നിങ്ങളുടെ കയ്യിൽ, ഒരെണ്ണം വീഡിയോയും മറ്റൊന്ന് ഈ പത്രവാർത്ത. ഇത് രണ്ടും നിങ്ങൾ കാണിച്ചിട്ട് ഒരു വീട്ടില് നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അദ്ദേഹത്തോട് പറയണം, 10 കസ്റ്റമർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് നോട്ട് എന്താ പറയാ എളുപ്പത്തിലുള്ള ബിസിനസ് അല്ല, പക്ഷെ ഇത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ലോകത്ത് ഒരു ബിസിനസ്സും എളുപ്പമല്ല പ്രിയപ്പെട്ടവർ. ഇത് ചെയ്യാൻ ഒരു സീനിയർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ കൂടെ, ഇപ്പൊ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രാക്ടീസ് ഇതാണ്. ഞാൻ എന്റെ കൂടെ വന്ന ഒരാളോട് ഞാനിത് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ജൂനിയറുമായിട്ട് ഒരു വീട്ടിൽ ചെല്ലുന്നത് പരിചയമുള്ള വീട്ടിലാണ്. അത് പരിചയമുള്ള സമ്പന്നർക്ക് സാധാരണക്കാരായിരിക്കും. ആ വീട്ടിൽ ചെന്നിട്ട് പറയുന്നത്, സാർ ഇങ്ങനെ ഒരു സംഭവം, പേടിച്ചരണ്ടായിരിക്കുന്നു, അപ്പുറത്ത് വരെ കോവിഡ് എത്തി, ഇപ്പുറത്ത് വരെ എത്തി. അപ്പോഴാണ് മനോരമയിൽ വന്നിട്ടുള്ള സ്പൈറുലിനയുടെ വാർത്ത വായിക്കുകയാണ് അവരുടെ മുമ്പിൽ. പ്രതിരോധശേഷി കൂട്ടാൻ, എന്താണ് പ്രതിരോധശേഷി കൂട്ടാനുള്ള ഒരു സാധനം, 1420 രൂപയ്ക്ക് 360 ക്യാപ്സൂൾ ടാബ്ലറ്റും നമുക്ക് കിട്ടും. അതിനോടൊപ്പം തന്നെ കോഡിസെപ്പ് എന്ന് പറഞ്ഞ ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടാൻ കോഡിസെപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഫിക്ക് അപാരമായ കഴിവുണ്ടെന്ന് സിറാജോ DXN കമ്പനിയോ അല്ല പറഞ്ഞത്, BBC ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ്. നിങ്ങൾ ഇന്ന് പോയിട്ട് പ്രോഗ്രാം കഴിയുമ്പോൾ യാർസഗുംബ, ഈ മഷ്റൂമിനെ വിളിക്കുന്നത് യാർസഗുംബ എന്നാണ്. യാർസഗുംബ ആൻഡ് BBC, അതിലിടയ്ക്കിടയ്ക്ക് കോഡിസെപ്പ് ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. BBC റിപ്പോർട്ട് ചെയ്തു ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടാൻ, അതുപോലെ തന്നെ ക്യാൻസർ പ്രിവെന്റീവ് ആയിട്ടും ഇംപൊട്ടൻസിക്കും ഈ സാധനം വളരെ യൂസ്ഫുൾ ആണെന്നുള്ള ആ കോഫി അല്ലെങ്കിൽ ആ ടിപ്പിക്കൽ മഷ്റൂം, കോഡിസെപ്പ് എന്ന് പറഞ്ഞ മഷ്റൂം, ഇത് രണ്ടും നിങ്ങൾ ഒരു വീട്ടിൽ പറയുമ്പോൾ 100% ഉറപ്പാണ്. ഒരു 20 വീട് നിങ്ങൾ കവർ ചെയ്താൽ 10 പേര് നിങ്ങളുടെ അടുത്ത് വാങ്ങിച്ചിരിക്കും. കാരണം വാങ്ങിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും, കാരണം അത്രയും റിലവന്റ് ആണ് ഈ പ്രൊഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിക്ക് IOC കംപ്ലീറ്റ് ആയി 10 പേര്, അതായത് 1420 രൂപയാണ് സ്പൈറുലിനയുടെ വില, 900 രൂപയാണ് കോഫിയുടെ വില. 2320 രൂപയ്ക്ക് ഒരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ ഗ്യാരണ്ടിയാണ് പ്രിയപ്പെട്ടവർ, അവർ വീണ്ടും വീണ്ടും പ്രൊഡക്റ്റ് ചോദിച്ചത്. പ്രതിരോധശേഷി കൂട്ടാൻ മാത്രമല്ല സ്പൈറുലിനെ യൂസ് ചെയ്യുന്നു. നമ്മുടെ വീട്ടിൽ 13, 12, 8, 9, 6 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളുണ്ട്. അവരുടെയൊക്കെ ഇന്ന് ശാരീരിക അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഹരിതകം ധാരാളം കിട്ടാത്തൊരു ജീവിത ശൈലി കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. ഒരുപക്ഷെ ഇന്ന് കാണുന്ന ഈ രോഗത്തിനേക്കാൾ വളരെ ഭീകരമായ അവസ്ഥയാണ് ഇനി വരാൻ പോകുന്ന അടുത്ത 10-15 വർഷം കഴിയും. ഇപ്പോഴേ നമ്മൾ തയ്യാറെടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാകും. ഒരുപാട് വൈറസുകളുടെ അറ്റാക്കുകളും മറ്റു കാര്യങ്ങളും. നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടുക എന്നുള്ളത് എന്റെയോ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തം. സോ ഒരു സ്പൈറുലിന ഒരു വീട്ടിൽ കൊടുക്കുമ്പോൾ പെൺകുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 2 കൂടുതൽ കൊടുക്കാൻ നമ്മൾ അവരോട് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ സ്പൈറുലിന തീരും, പക്ഷെ റിസൾട്ട് വരും. ഞാൻ ഇക്കൂട്ടത്തിൽ പറയാണ്, DTTCയുടെ കൊറിയർ കൊണ്ടുവന്ന ഒരു പയ്യൻ, രാജൻ എന്ന് പറഞ്ഞൊരു പയ്യൻ, കുട്ടുമശ്ശേരി, ആലുവ അടുത്ത് കുട്ടുമശ്ശേരി എന്നാണ് അവൻ വന്നത്. അവൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ കൊറിയർ തന്നു. ഞാൻ പറഞ്ഞു, മോനെ എന്താ ചെയ്യുന്നതെല്ലാം. ഞാൻ ഈ കാര്യം പറഞ്ഞു. അവൻ വളരെ ഇത്രയും വളരെ ഭവ്യതയോടെ എല്ലാം കേട്ടു. ചേട്ടാ എനിക്കതിൽ വർക്ക് ചെയ്യണമെന്നുണ്ട്. എറണാകുളം ഓഫീസിൽ വന്നു. ഏകദേശം അവന്റെ ക്രെഡിറ്റ് കാർഡ് ആയിട്ടാണ് അവൻ വന്നത്. ഒരു 9000 രൂപ അടുത്തുണ്ടായിരുന്നു എന്ന് തോന്നുന്നു.
20,000 രൂപയുടെ IOC എടുക്കാനാണ് വന്നത്, പൈസ എത്തിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത്രയും വേണ്ട മോനെ, ആകെ ഒരു കുറച്ച് സാധനം മാത്രം 1000 PV പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് പോയി. അതിനുശേഷം ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോള്, DTDC രാജൻ. ഞാൻ ഫോൺ എടുത്തു. ഹലോ രാജൻ. ആ സാർ, പ്രൊഡക്റ്റ് എല്ലാം നല്ലതായിരുന്നു സാറേ, എന്റെ പെങ്ങൾ MA പഠിക്കുകയാണ്, എന്റെ പെങ്ങൾക്ക് ഡയബറ്റിക് ഹൈപ്പോഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് ഷുഗർ കുറഞ്ഞു പോകുന്നൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ബോധം പോവുമായിരുന്നു. ഇപ്പൊ അത് ഈ സ്പൈറലിനെയും ഈ ചായപ്പൊടി ഉപയോഗിച്ച ശേഷം അതിന് ഒരുപാട് ബോധം പോകുന്ന പ്രശ്നം എനിക്ക് ഇല്ല സാർ, ഇനി എനിക്ക് ആ പ്രൊഡക്റ്റ് വേണം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ വ്യക്തിയെ IOC പ്ലാൻ ഞാനിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അയാള് ഒരു 20ഓളം പേരുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തൊക്കെ ഏതാനും നാളിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ കുറച്ച് നാളിലും, ഈ മാസം തന്നെ അദ്ദേഹം IOC കംപ്ലീറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഒരു IOC ഒരാൾ എടുത്താൽ ആ പ്രൊഡക്റ്റ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതിനൊരു വർക്കിംഗ് മെത്തേഡ് ഉണ്ട്. നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് ഒരാളോട് പറയുമ്പോൾ 10,000 ചോദ്യങ്ങൾ അവർ ചോദിച്ചേക്കാം. ഒരുപാട് ചോദ്യങ്ങൾ, മിനിമം ഒരു 100 കണക്കിന് ചോദ്യങ്ങൾ. ഒരു ബിഗിനറെ സംബന്ധിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ നമ്മളെ പോലുള്ള ഒരാളോട് ചോദിച്ചാൽ ഒരുപാട് ചോദ്യങ്ങളൊന്നും ഇല്ല. വളരെ നിസ്സാരമായ ചോദ്യങ്ങൾ, ഒരു 10-15 ചോദ്യം കഴിയുമ്പോൾ തന്നെ ചോദ്യങ്ങൾ തീർന്നു. മെയിനായിട്ട് ചോദിക്കുന്നത് ഇതിന് വല്ല സൈഡ് എഫക്റ്റ് ഉണ്ടോ, അതല്ലെങ്കിൽ ഇത് എന്താ സുഖം മാറ്റും, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരിക. ആക്ച്വലി ഇതിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല. ഇത് 360 ഒരുമിച്ച് തിന്നുകയാണെങ്കിൽ കാണിച്ചു കൊടുക്കാം. ഇതെന്ത് അസുഖം മാറ്റും എന്ന് ചോദിച്ചാൽ അതും അസുഖങ്ങളൊന്നും മാറ്റത്തില്ല. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കൂടും. പ്രതിരോധ ശേഷി കൂടിയാൽ അറിയാം, ശരീരത്തിന് അറിയാം ഏത് രോഗം മാറ്റണമെന്ന്. അത് ഹൃദ്രോഗമായാലും ശരിയാണ്, ക്യാൻസർ ആയാലും ശരിയാണ്, പൈൽസ് ആയാലും ശരിയാണ്, ജലദോഷമായാലും ശരിയാണ്. എന്തായാലും ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പക്കായാക്കാൻ മഹത്തായ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ. ഒപ്പം തന്നെ വരുമാനം കിട്ടാൻ ഞാൻ സന്തോഷത്തോടുകൂടി പറയാം, നമ്മുടെ ടീമില് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് മിസ്റ്റർ ശിവജി. IOCയിലൂടെ അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ മാസം അദ്ദേഹത്തിന്റെ വരുമാനം സന്തോഷത്തോട്, വാടകയ്ക്കാണ് താമസിക്കുന്ന 2 കുഞ്ഞുങ്ങളുള്ള എന്റെ പ്രിയപ്പെട്ട വർഷങ്ങളായി ബന്ധമുള്ള അജിത്തിന്റെ, എന്റെ ഏറ്റവും നല്ല സുഹൃത്തിന്റെ ടീമിൽ ജോയിൻ ചെയ്ത ശിവജിയുടെ ടീമിൽ 7ാമത്തെ ലെവലിലാറ്റോ മറ്റാണ് പ്രദീപ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് ജോയിൻ ചെയ്തത്. കഴിഞ്ഞ മാസം ശിവജിയുടെ ഇൻകം 94,600 രൂപയാണെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു. കഴിഞ്ഞ 5-6 മാസമായിട്ട് അദ്ദേഹത്തിന്റെ ഇൻകം ഏകദേശം ഈ ഒരു 75,000-നും 1 lakh-നും ഇടയ്ക്ക്. ഒന്നും തുടങ്ങിയിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞു വന്ന് നമ്മൾ വെറും 2 കോടി ടേൺ ഓവർ എത്തിയിട്ടേ ഉള്ളൂ. ഇവിടെ 100 കോടി ടേൺ ഓവർ എടുക്കാൻ നമ്മൾ തയ്യാറാകുക. 100 കോടി ടേൺ ഓവർ എടുക്കുമ്പോൾ ഒരു തർക്കവും ഇല്ല പ്രിയപ്പെട്ടവരെ. 40 ലക്ഷവും 50 ലക്ഷവും ഒക്കെ വരുമാനം വാങ്ങിക്കുന്ന ഒരുപാട് പേര് ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ മെക്കാനിസത്തിലൂടെ ഉണ്ടാകാൻ പോവുക. അതിനെനിക്ക് ഒരുപാട് പേരുകൾ എണ്ണി പറയേണ്ടി വരും. അത്രയും തയ്യാറായി ആളുകൾ റെഡിയാണ്. കാരണം നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ തെരഞ്ഞെടുക്കുമ്പോൾ ആ ബിസിനസ്സിൽ നിങ്ങൾ മൂവ് ചെയ്യപ്പെടുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, അതിന്റെ റിലവൻസ്, അതിന്റെ ആവശ്യകത, അതിന് കിട്ടിയിട്ടുള്ള മീഡിയ സപ്പോർട്ടുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിലൂടെ മനസ്സിലാക്കുന്നു. വർക്കിംഗ് മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കി ഒരാളുടെ അടുത്ത് പോയിട്ട് എങ്ങനെ സംസാരിക്കണമെന്ന് നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കും. പറഞ്ഞു വന്നത്, IOC എന്ന് പറയുന്ന AXN കമ്പനിയുടെ ഈ പ്രധാനപ്പെട്ട പ്ലാൻ, ഡോക്ടർ ലിംസിയോജിന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഈ പ്ലാൻ ഇന്ന് പെറുവും തൊട്ടടുത്ത് 1,75,00,000 ജനമുള്ള ബൊളീവിയ, അവരുടെ ടേൺ ഓവർ 45 കോടിയാണ്. ചിലർക്കൊക്കെ തോന്നും എത്ര കോടിയൊക്കെ എടുക്കാൻ പറ്റുമോ? ബൊളീവിയയിൽ 45 കോടിയാണെങ്കിൽ, പെറുവിൽ 75 കോടിയാണെങ്കിൽ, കേരളത്തിൽ 3.5 കോടി ജനമുള്ള കേരളത്തിൽ വെറും 1.5-2 കോടി അടുത്തേ ആയിട്ടുള്ളൂ. കേരളത്തിനേക്കാൾ പോപ്പുലേഷൻ കുറഞ്ഞ മലേഷ്യയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ടേൺ ഓവർ 40,000 കോടിയാണ്. കേരളത്തിലെ ടേൺ ഓവർ എത്രയെന്ന് അറിയാമോ? വെറും 2013-14 കണക്കനുസരിച്ച് പറഞ്ഞാൽ വെറും 75 കോടിയും. 2.5 കോടി ജനമുള്ള മലേഷ്യയുടെ ഡയറക്ട് മാർക്കറ്റിംഗിന്റെ ടേൺ ഓവർ 40,000 കോടിയാണ്. നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. മലേഷ്യയിൽ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവരുന്നതിനേക്കാൾ മുമ്പേ തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടാകുകയും ഈവൻ നിയമങ്ങളൊക്കെ അവിടെ ഉണ്ടാകുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം 2020 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമത്തിന്റെ പരിധിക്കുള്ളിലാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നിയമം ഇന്ത്യയിൽ വന്നത്. ഇവിടെ നിന്നൊരു യാത്ര നമ്മൾ തുടങ്ങുകയാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതീക്ഷകളുമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പ്രശ്നങ്ങളും ഒരുപാടുള്ളവരുണ്ട്, പ്രതീക്ഷ ആണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളുടെ ഒരാളുടെ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നട്ടേൻ ഷാരൻ സ്കൈ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നട്ടേൻ ഷാരൻ സ്കൈ. നിങ്ങൾ വിചാരിക്കുന്നത് ആരാണ് ഈ നട്ടേൻ ഷാരൻ സ്കൈ?
വേറൊന്നുമല്ല, നട്ടേൻ ഷാരൻസ്കൈ എന്ന് പറഞ്ഞാൽ റഷ്യയില് അമേരിക്കയുടെ സ്പൈ വർക്കറായിട്ട് പിടിക്കപ്പെട്ട ഒരാളാണ്. സ്പൈ വർക്കർ ആണെന്ന പേരിൽ പിടിക്കപ്പെട്ട ഒരാളാണ്. ഇസ്രായേലിയാണ് ആള് നട്ടേൻ ഷാരൻസ്കൈ. ഈ നട്ടേൻ ഷാരൻസ്കൈയുടെ ഒരു പ്രത്യേകത, അദ്ദേഹത്തെ പിടിക്കപ്പെട്ടിട്ട് സൈബീരിയൻ ജയിലില് 400 ദിവസം താമസിച്ചു. അതായത് 4 അടി പൊക്കമുള്ള 3 അടി മാത്രമുള്ള ചെറിയൊരു മുറിയില് നേരെ നിൽക്കാൻ പറ്റത്തില്ല, വളഞ്ഞിക്കിടക്കും. 400 ദിവസം, 1 കൊല്ലത്തിന് മേലെ അവിടെ താമസിച്ചു. ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷയില്ല. ടോട്ടൽ അദ്ദേഹം ജയിലിൽ കിടന്നത് 12 വർഷം. ബിൽ ക്ലിന്റൺ അമേരിക്കൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞ ശേഷം റഷ്യനോട് ഗവൺമെന്റിനോട് ഒരു സമവായത്തില് അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെ ഞങ്ങളുടെ തടവറയിൽപ്പെട്ട ആൾക്കാരെ കൊണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് മോചനം കിട്ടി. 12 വർഷത്തിന് ശേഷം നട്ടേൻ ഷാരൻസ്കൈ മോചിക്കപ്പെട്ടു. അദ്ദേഹം ശരിക്കും ജൂ ആണ്, ഇസ്രായേലിയാണ്. ഇസ്രായേലിൽ പോയി അവിടുത്തെ ഒരു മിനിസ്റ്ററായിട്ട് അദ്ദേഹം 12 വർഷം കിടന്നതിന് ശേഷം അദ്ദേഹം അവിടെ പോയി ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടൊക്കെ അദ്ദേഹത്തിന് അത് മത്സരിച്ച് അദ്ദേഹം ജയിച്ചു, ഫൈനാൻസ് മിനിസ്റ്റർ. ആ കാലഘട്ടത്തില് അദ്ദേഹം ഫൈനാൻസ് മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ് ലോകപ്രശസ്തനായിട്ടുള്ള ചെസ് കളിക്കാരനുണ്ടല്ലോ, ഗാരി കാസ്പ്രോവ്, റഷ്യക്കാരനാണ്. ഗാരി കാസ്പ്രോവ് ഇസ്രായേലിലെത്തി. അപ്പം ചെസ്സിന്റെ ചാമ്പ്യനാണ് ഗാരി കാസ്പ്രോവ്. നമ്മുടെ വിശ്വനാഥ ആനന്ദ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ ഇയാള് അവിടെ ചെന്നപ്പോ 50 പേരെ എതിര് വെച്ചിട്ട് ഇയാൾ ഒറ്റയ്ക്ക് ഗാരി കാസ്പ്രോവ് മത്സരിക്കും. 50 പേര് എതിരാളികൾ ഇരുന്നാൽ എല്ലാത്തിനും തോക്കും. ഭാഗ്യവശാൽ നമ്മുടെ നട്ടേൻ ഷാരൻസ്കൈയും വേറൊരു 4 പേർക്കെതിരെ ഗാരി കാസ്പ്രോവ് ചെസ് കളിക്കുക. 5 പേർക്കെതിരെ ഗാരി ലോക ചാമ്പ്യൻ മത്സരിക്കുക. ഈ 4 പേരെയും തോപ്പിച്ചു. ഗാരി കാസ്പ്രോവിനെ നട്ടേൻ ഷാരൻസ്കൈ തോപ്പിച്ചു. 4 പേരെ ഈ ചാമ്പ്യൻ തോപ്പിച്ചപ്പോ ഒരാളെ മാത്രം ചാമ്പ്യൻ തോപ്പിക്കാൻ പറ്റിയില്ല. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ, എന്റെ മീഡിയ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ വിജയിച്ചു എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഒരു വലിയ സത്യം നട്ടേൻ ഷാരൻസ്കൈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അത് വേറൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കണം, നിങ്ങൾക്ക് വിജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നോയിങ് മാത്രം പോരാ, ഡൂയിങ്ങും വേണം. നോയിങ് മാത്രം, അറിവ് മാത്രം പോരാ. അറിവ് പേപ്പറിലേക്ക് മാറ്റി എഴുതി വെക്കാം. പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ഒരാളെന്ന നിലയ്ക്ക് നിങ്ങൾ ഇന്ന് ലോക സയൻസുകൾ മുഴുവൻ പഠിക്കുമ്പോൾ വിഷ്വലൈസേഷൻ മനസ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റണം. നിങ്ങളുടെ താല്പര്യം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, 4x3 ലെവലിലുള്ള പൊക്കം കുറഞ്ഞൊരു മുറിയിൽ കിടക്കുമ്പോഴും നട്ടേൻ ഷാരൻസ്കൈ മനസ്സിൽ എയറോബിക് എക്സസൈസ് ഒക്കെ എടുക്കുമ്പോൾ മനസ്സിൽ അദ്ദേഹം ചെസ് കളിക്കുമായിരുന്നു. ചെറുപ്പത്തിലെ ചെസ് കളി ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹം മീഡിയയോട് പറയാം, ചെസ് കളി ഭയങ്കര ഇഷ്ടമാണ്. 400 ദിവസം അവിടെ കിടക്കുമ്പോഴും അദ്ദേഹം ചെസ് മനസ്സിൽ കളിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ എതിരാളിയായിട്ട് അദ്ദേഹം സങ്കല്പിച്ചത്, അദ്ദേഹത്തിന്റെ വിഷ്വലൈസേഷൻ ഗാരി കാസ്പ്രോവ് എന്ന് പറഞ്ഞിട്ടുള്ള ലോക ചാമ്പ്യനെതിരെയാണ് അദ്ദേഹം കളിച്ചത്. എല്ലാ ദിവസവും അദ്ദേഹം തോപ്പിക്കും ആരെ? ഗാരി കാസ്പ്രോവിനെ. 12 വർഷവും അദ്ദേഹം അത് കഴിഞ്ഞ് അദ്ദേഹം വേറെ ജയിലിലേക്ക് മാറ്റപ്പെട്ടപ്പോഴും ഈ 12 വർഷവും അദ്ദേഹം ഗാരി കാസ്പ്രോവിനെ തോപ്പിക്കുമായിരുന്നു. പിന്നീട് ഭാഗ്യവശാൽ ഒരു അവസരം കിട്ടിയപ്പോ നേരിട്ട് കളിച്ചപ്പോഴും അദ്ദേഹം ഗാരി കാസ്പ്രോവിനെ തോപ്പിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ജീവിതം വളരെ വളരെ സമ്പന്നമാണ്. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വിഷ്വലൈസ് ചെയ്യണം. ഞാൻ ഒരുപക്ഷെ അങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന ഒരാളായിരുന്നു. 2000 ആണ്ടിൽ ഒരു സാധാരണ ജോലി ചെയ്തിരുന്ന എന്നെ സംബന്ധിച്ചിട്ട് എന്റെ ആഗ്രഹങ്ങളായിരുന്നു ലോകത്ത് മുഴുവൻ ഒരുപാട് രാജ്യത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരുപാട് ആളുകളെ സഹായിക്കാൻ പറ്റണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരുപാട് ആരോഗ്യ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെട്ടിരുന്നു, ഒരുപാട് കാര്യങ്ങൾ. ഇതെല്ലാം ഞാൻ വിഷ്വലൈസ് ചെയ്യുക. ഇപ്പോഴും ഞാൻ പ്ലാൻ ചെയ്യുന്നു. എന്റെ മനസ്സിലുള്ള വിഷ്വൽ ഇതാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ടോട്ടൽ 300 കോടി ടേൺ ഓവർ ആണുള്ളത്. 2022 3000 കോടി ടേൺ ഓവറിലേക്ക് ഞാൻ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് പ്രാപ്തമായ ആളുകൾ നമ്മളോടൊപ്പം ഡെയിലി എന്നോണം വന്നുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ഇടയ്ക്ക് കയറി ഇടയ്ക്ക് ഇറങ്ങി പോകുന്ന ഒരുപാട് പേര് ഈ കൂട്ടത്തിൽ കണ്ടേക്കാം. നമുക്ക് ആവശ്യമുള്ള, അതായത് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകൾ നമ്മളോടൊപ്പം എത്തിക്കൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണ് ഒരുപക്ഷെ കേരളം IOC എന്ന് പറയുന്ന ഈ പ്ലാനിൽ ഇന്ത്യയിൽ ഏറ്റവും മുമ്പിലേക്ക് വന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നട്ടേൻ ഷാരൻസ്കൈയുടെ കഥ പറഞ്ഞ പോലെ നിങ്ങൾ വിഭാവനം ചെയ്യണം, നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ, നിങ്ങൾക്ക് ഇപ്പോൾ ജീവനുണ്ട്,
നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സ് വെച്ചാൽ ശരീരം അവിടെ ചെല്ലും. നാളെ അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവണം നിർബന്ധം. ഒരു 60-65 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാകണമെങ്കിൽ, ഒരു പെൻഷൻ ഇൻകം, ഒരു 2 ലക്ഷം 3 ലക്ഷം പെൻഷൻ ഇൻകം കിട്ടണമെങ്കിൽ, ഈ മഹത്തായ പ്രൊഡക്റ്റിന്റെ പ്രചാരകനായി നിങ്ങൾ മാറണം. അതിന് നിങ്ങൾ ധാരാളം ട്രെയിനിങ്ങുകൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യണം. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരുപക്ഷെ 13 വയസ്സിലൊരു മോൾ ഉണ്ടെങ്കിൽ 18 വയസ്സാകുമ്പോൾ അതിനെ കല്യാണം കഴിപ്പിക്കണം. ഒരു വീട് ആഗ്രഹമാണെങ്കിൽ ഒരു വീട് വേണം. ഒരു വാഹനമാണ് ആഗ്രഹമെങ്കിൽ അത് ഉണ്ടാവണം. അതെല്ലാം ഉണ്ടാക്കിയെടുത്ത ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റുന്നത് ഈ മഹാപ്രസ്ഥാനം അതിന്റെ കുതിച്ചുചാട്ടം, അതിന്റെ യാത്രയിൽ തുടരുകയാണ്. അത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി കമ്പനി ഓരോ ദിവസവും ഓരോ സമയത്തും ആയിരക്കണക്കിന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ പ്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ ഗ്യാനോഡർമ കൺസ്യൂമർ കൺട്രി ആയിട്ട് ഇന്ത്യയെ മാറ്റാൻ പോകുന്ന ഈ യാത്രയിൽ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ മുഴുവൻ സാക്ഷാത്കരിക്കാൻ ഈ മഹാപ്രസ്ഥാനത്തിലൂടെ, പ്രത്യേകിച്ച് മൈ ഹോം മൈ ഷോപ്പ് അല്ലെങ്കിൽ IOCയിലൂടെ നിങ്ങൾക്കാവണം. അതിനാവട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്ന് വൈകിട്ട് മറന്നു പോരുത്, 7:30 8:30 IOCയുടെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം എല്ലാ തിങ്കളാഴ്ചയും. ഇന്ന് 16ാമത്തെ പ്രോഗ്രാമാണ് ഇന്ന് നടക്കുന്നത്. ഒരിക്കൽ കൂടി ബിസിനസ് പ്ലാനിന്റെ ശക്തമായ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇന്ന് എന്നെ ഇപ്പോൾ കേട്ട മുഴുവൻ ആളുകൾക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് കമ്പനിയുടെ ആളുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് ശ്യാം സാർ, എനിക്കറിയാം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് അദ്ദേഹം വാൾ ഓഫ് ഓണർ ഉൾപ്പെടുന്ന പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരെയും കൃത്യമായി അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.